അപ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് 1ാം സ്ഥാനത്തേക്ക് എത്തും. അതിന് ഞങ്ങളെ തോൽപ്പിച്ചിട്ടാണ്ടേ. DC പുറത്തായ ടീമല്ലേ. പുറത്തായ ടീം സാധ്യത എല്ലാവരും പറഞ്ഞു. ആയിക്കോട്ടെ, ഞങ്ങൾ ആ സാധ്യതകൾ നോക്കാറേ ഇല്ല. പുറത്താണവർക്ക് പിന്നെ സാധ്യത നോക്കാറില്ല. ഞങ്ങൾ കളി കളിക്കും. ഞങ്ങൾക്ക് എത്ര കളിയും തോൽക്കാം. എന്താ തുടക്കത്തിൽ അത്രയും അതുകൊണ്ട് തുടർച്ചയായിട്ട് 3 തോറ്റത്. ചെറിയൊരു ടെൻഷൻ ഒരു ടെൻഷനും ഇല്ല. പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള ഓരോ ബോണ്ടിങ്ങിന്റെ തന്ത്രങ്ങളെയും ഈ തോൽവികൾ തിരിച്ചറിയും. കപ്പുണ്ടോള്ള ടീമാ. ഫസ്റ്റൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്കും തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല, ഒരു തരത്തിലും ആ സ്വപ്നം നടക്കും തോന്നുന്നില്ല. ഒരു തരത്തിലും പ്ലേ ഓഫ് പോലും കാണാൻ പറ്റാത്ത ഞങ്ങളെ കാര്യമല്ലേ പറഞ്ഞ. നിങ്ങളെ ഈ തള്ളു ഒരിക്കലും നടക്കുന്നു തോന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കപ്പില്ലാത്ത പോലെ പറഞ്ഞാൽ നിങ്ങളും ഞങ്ങളും LSG ആണ്. LSG പുതിയ വന്ന ടീമാണ്. നിങ്ങളും ഞങ്ങളും ആണല്ലോ ഉള്ളത്. ഇപ്രാവശ്യം ആ കൂട്ടത്തിന് ഞങ്ങൾ അങ്ങോട്ട് മാറും. ഞങ്ങൾ കപ്പുള്ളവർ ഞങ്ങൾ ആ ഉദ്ദേശം ഇല്ല. നിങ്ങൾ ആ കൂട്ടത്തിൽ വിടൂലേ. അതല്ല, ഞങ്ങൾ ആ കൂട്ടത്തിൽ വിടൂല. നിങ്ങൾ ആ കൂട്ടത്തിൽ വിടൂല. കാരണം എന്താ അറിയോ, നിങ്ങൾക്ക് ഇന്നിപ്പോ ജയിച്ച 15 പോയിന്റ് ആവൂല. എന്താ ഞങ്ങൾ തോൽപ്പിച്ചു. ഞങ്ങൾക്ക് എന്തൊക്കെ ബാറ്റിംഗ് എല്ലാരും ഫോമിലാണ്. പക്ഷെ ലാസ്റ്റ് എന്നാലും നിങ്ങൾ തോൽക്കും. രാഹുൽ ഫോമില്, നിസാങ്ക ഫോമില്, സ്റ്റെപ്സ് ഫോമില്. പറയില്ല. അത് കഴിഞ്ഞ് ആ 2 കളിക്ക് മാത്രം ഉണ്ടായിരുന്ന സംഭവമാണ്. അല്ലെ, മൂപ്പർക്ക് കപ്പാസിറ്റി ഉണ്ട് തെളിയിച്ചല്ലോ. കപ്പാസിറ്റി തെളിയിക്കാൻ വേണ്ടി 2 കളി ഒന്ന് അടിച്ച് തെളിയിച്ചില്ല. 2 അടിച്ച് കപ്പാസിറ്റി തെളിയിക്കാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് മൂപ്പര് നിർത്തി. അതല്ലേ, അതൊന്നല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു പേടിനാവും ഏത് സമയത്ത് റിസ്ബി ഫോം ആവും. ബൗളിംഗ് ഇപ്പൊ ആരാ വന്നിട്ടുണ്ട്? സ്റ്റാർക്കാണ്. സ്റ്റാർക്ക് കളിയൊക്കെ തോറ്റ് പുറത്തൊക്കെ അതിന്റെ ശേഷം എന്നാ ഞാനെങ്കിൽ ഞാനും വരാറിന് വന്നൊക്കെയാണ് ഒരാൾ. അതൊക്കെ ചീറ്റി. ആ പടക്കം പൊട്ടി ചീറ്റി. 2 കളി വെച്ചിട്ടാണ് നിങ്ങൾ തെറ്റി. 2-3 കളിയിൽ വരെ സെഞ്ചുറി അടിച്ച കനോലി. കനോലി ഫോമിലല്ലേ. പിന്നെ അയ്യർ ശരിയാവും. ഞങ്ങളെ സ്റ്റോയിനിസ് ഇപ്പൊ ഫുൾ ഫോമിൽ എപ്പോഴും എറിഞ്ഞാലും ഫോം, അടിച്ചാലും ഫോം. മൊത്തത്തിൽ ഈ ടീമിനെ വല്ലാതെ നിങ്ങളെ ഈ ഡൗൺഫോളിന് കാരണം എന്താ പറയുക? അഹങ്കാരാണ്. അത് പണ്ടേ ഈ ഓസ്ട്രേലിയക്കാർക്കുള്ളതാണ്. ഓസ്ട്രേലിയക്കാർ നയിക്കേണ്ട ഏത് ടീം വേണമെങ്കിലും പഞ്ചാബും കൂടി എന്താണ് ബന്ധം? നയിക്കുന്ന അയ്യരാണ്. ഇത്രയും പൂ പോലുള്ള അയ്യരെ പോലെ അത് ആ പണ്ടേ എല്ലാവർക്കും നമ്മള് നോട്ടച്ചാണ്. അന്ന് ആ വേൾഡ് കപ്പ് ഫൈനലിൽ തന്നെ നോട്ടച്ചാണ്. അതാണ് നിങ്ങൾക്ക് പണ്ട് തോറ്റ വിരോധം. അവൻ പറഞ്ഞു അത് ആ അഹങ്കാരാണ് നിങ്ങളെ ഈ ഡൗൺഫോളിന് കാരണം. നിങ്ങൾ നോക്കിയേ, നിങ്ങൾ ഇന്ന് അതായത് 2000 ഓർമ്മ ശരിയാണെങ്കിൽ എത്ര 2003 വേൾഡ് കപ്പ് ഇന്ത്യനെ തോൽപ്പിച്ചതിന്റെ കാരണം കൊണ്ടാണ് ഇപ്പൊ പഞ്ചാബിന്റെ. അതല്ല, ഒരു അഹങ്കാരം. എത്ര കാലായിട്ടുണ്ട് ഒരു അഹങ്കാരം. വലിയ മൈറ്റി ഓസി അതൊന്നും നടക്കൂല. ഇതിപ്പോ IPL ഒന്നല്ല പ്രശ്നം, പണ്ട് കിട്ടിയ പ്രശ്നമാണ്. ആ അഹങ്കാരം കൊണ്ട് നിങ്ങൾ ഡൗൺഫോൾ എന്തെങ്കിലും വർത്താനം. ഞങ്ങളെ മൂപ്പരെ കോച്ചാക്കിയാണ്ട് വെച്ചിരുന്നത് എന്തിരുന്ന് അതല്ല, ഇപ്പൊ അടുത്ത് വരെ അവിടെ കോച്ചാക്കി വെച്ചുകൊണ്ടാണ് ഈ വക വർത്താനം പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാല് ഇവർക്ക് അടിസ്ഥാനവും ഇല്ല, അടിത്തറയില്ല, ഒന്നുമില്ല, കപ്പും ഇല്ല, പ്ലേ ഓഫും ഇല്ല.